everyone, welcome back. എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്കും ഏറ്റവും ഉപയോഗപ്രദമായിട്ടൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനിയും മുന്നിലുള്ള ടൈം എങ്ങനെ ഡിവൈഡ് ചെയ്ത് നിങ്ങൾ പഠിക്കണം, എത്ര പെർസെൻറ്റേജ് ടൈം പഠിക്കാൻ കൊടുക്കണം, എത്ര പെർസെൻറ്റേജ് ടൈം റിവിഷൻ ചെയ്യാൻ കൊടുക്കണം, എത്രമാത്രം ടൈമാണ് മോക്കിന് വേണ്ടി മാറ്റി വെക്കുന്നത്, എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ടൈം മാനേജ് ചെയ്താലാണ് നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുക, നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ആ ഒരു എക്സാമിന് പുറത്ത് കൊണ്ടുവരാനായിട്ട് ഇനി മുന്നിലുള്ള ടൈം എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത് എന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ടൈം മാനേജ്മെന്റിനെ പറ്റിയാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ടൈം മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലാണ് ടൈം മാനേജ്മെന്റ് ആക്ച്വലി ഉള്ളത്. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, അതായത് നിങ്ങൾക്കൊരു ഒരു മാക്രോ ലെവൽ പ്ലാനിങ് ഉണ്ടാവണം, ഒരു മൈക്രോ ലെവൽ പ്ലാനിങ് ഉണ്ടാവണം ഈ ഒരു കാര്യത്തിന് എങ്ങനെയാണ് ടൈം ഉപയോഗിക്കേണ്ടതിനെ പറ്റി. അപ്പൊ മാക്രോ ലെവൽ പ്ലാനിങ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ എക്സാമിന് മുന്നിട്ട് ഇപ്പൊ ഒരു 10 മാസം ടൈമാണ് ഉള്ളതെന്ന് വിചാരിച്ചു. ഈ 10 മാസത്തിന്റെ 60% സമയത്തോളം നിങ്ങൾ ചിലവഴിക്കേണ്ടത് നിങ്ങൾ പഠിക്കാനുള്ള ടോപ്പിക്സ് എല്ലാം ഒരു വട്ടം മുഴുവനായി പഠിച്ചു തീർക്കാനാണ്. മുഴുവനായി പഠിച്ചു തീർക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ആദ്യം പഠിച്ചത് പോയതെല്ലാം എല്ലാ ആഴ്ചയും റിവിഷൻ ചെയ്യാനും നിങ്ങൾ സമയം മാറ്റിവെക്കണം. അപ്പോൾ ഇതായിരിക്കണം നിങ്ങളുടെ 60% ടൈം. ഇനി മുന്നോട്ടുള്ള സമയത്തിന്റെ 60% നിങ്ങൾ മാറ്റി വെക്കേണ്ടത്. ഈ ഒരു 60% സമയം കൊണ്ട് അതായത് മൊത്തം കണ്ടന്റ് നിങ്ങൾ ഒരു തവണ പഠിച്ചു തീർത്തിട്ടുണ്ടാവണം. അതിന്റെ കൂട്ടത്തിൽ തന്നെ ആദ്യം പഠിച്ചു പോയെല്ലാം റിവിഷൻ ചെയ്ത് പോയിട്ടും ഉണ്ടാവണം. ബാക്കിയുള്ള ഒരു 40%, 20%, അതായത് പിന്നെയുള്ള 40% ഉള്ളത് അതിൽ 20% ടൈം നിങ്ങൾ മാറ്റി വെക്കുന്നത് ഒരു തവണ കൂടി റിവിഷൻ ചെയ്യണം. എൻറ്റയർ ടോപ്പിക്ക് റിവിഷൻ ചെയ്ത് തീർക്കാനായിരിക്കണം. ബാക്കിയുള്ള ലാസ്റ്റ് 20% നിങ്ങൾ യൂട്ടിലൈസ് ആക്കേണ്ടത് മോക്ക് ടെസ്റ്റിനും ആ ഒരു യഥാർത്ഥ എക്സാം ആംബിയൻസ് വരുന്ന എക്സാം എഴുതി ശീലിക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ആ ഒരു എക്സാമിന് പറ്റുന്ന തെറ്റെല്ലാം റെക്ടിഫൈ ചെയ്ത് പോകുകയാണ് വേണ്ടത്. ഇതാണ് ഒരു മാക്രോ ലെവൽ പ്ലാനിങ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ ഏതൊരു എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള സിസ്റ്റം ഉണ്ടാവും. അതാണ് മാക്രോ പ്ലാനിങ്. പക്ഷെ നമുക്ക് നമ്മുടേതായിട്ട് ഈ ഒരു 6 മാസം ടൈം കൊണ്ട് അല്ലെങ്കിൽ ഒരു 60% സമയം കൊണ്ട് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്കൊരു വ്യക്തമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടാവണം. അതായത് ഈ ഒരു മാസം ഞാൻ എത്ര പഠിക്കും, അടുത്ത മാസം ഞാൻ എത്ര ചാപ്റ്റർ പഠിക്കും, അത് കഴിഞ്ഞ് ഞാൻ എപ്പോഴൊക്കെ റിവിഷൻ ചെയ്യും, ഇതെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് അടുത്ത ആ ഒരു 60% ടൈം. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ 3 മാസമാണ് സമയമെങ്കിൽ ആ 3 മാസത്തിന്റെ 60% എത്രയാണെന്ന് കണ്ടുപിടിക്കും. നിങ്ങൾക്കേ അറിയും നിങ്ങൾ ഏത് എക്സാമിന് വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ആ എക്സാമിന് എത്ര ടൈം ഉണ്ടോ അതിന്റെ 60% എത്രയാണെന്ന് കണ്ടുപിടിച്ച് അത് എത്ര ദിവസമാണ് കാൽക്കുലേറ്റ് ചെയ്ത് ആ ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾ ഇത്രയും ചാപ്റ്റർ തീർക്കണമെങ്കിൽ ഒരു ദിവസം നിങ്ങൾ എത്ര ടൈം പഠിക്കണം, എത്ര പോർഷൻ കവർ ചെയ്യണം, ഇതെല്ലാം നിങ്ങൾ കണ്ടുപിടിക്കണം. ഇതാണ് മാക്രോ ലെവൽ പ്ലാനിങ്. ഇനി മൈക്രോ ലെവൽ പ്ലാനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഈ ഒരു മാസം കൊണ്ട് ഇത്രയും തീർക്കണം എന്നുണ്ടെങ്കിൽ ഒരാഴ്ച നിങ്ങൾ ഇത്രയെങ്കിലും കവർ ചെയ്യണം. ഒരാഴ്ച ഇത്ര കവർ ചെയ്യണമെങ്കിൽ ഒരു ദിവസം ഇത്ര കവർ ചെയ്യണം. ഈ ഒരു ദിവസം കവർ ചെയ്യണമെങ്കിൽ ഈ ഒരു ദിവസം നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നൊരു ടു ഡു ലിസ്റ്റ്, അതായത് ഇന്ന് ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായി നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. എന്നിട്ട് നിങ്ങളൊരു ബുക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ അതിനുവേണ്ടി മാത്രം ഒരു ബുക്ക് മാറ്റി വെക്കുന്ന ഏറ്റവും നല്ലതായിരിക്കും. അങ്ങനെ ബുക്ക് എടുത്തിട്ട് നിങ്ങൾ ഇന്ന് ഞാൻ എന്തൊക്കെ പഠിക്കുമെന്ന് രാവിലെ തന്നെ എഴുതി വെക്കുക. എന്നിട്ട് അത് നിങ്ങൾ മാക്സിമം ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ടൈം ടേബിൾ ആയിരിക്കും. ഇപ്പൊ ഈ ഒരു 60% ടൈം കൊണ്ട് തീർക്കുക എന്ന് പറയുന്നതും അതൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ടൈം ടേബിൾ തന്നെ ആയിരിക്കണം നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് പഠിക്കുന്നത് എന്ന് രാവിലെ തന്നെ എഴുതി വെക്കണം. എഴുതി വെച്ചിട്ട് നിങ്ങൾ അത് തീർക്കാനായിട്ട് നിങ്ങൾ എത്രമാത്രം ടൈം ഇൻവെസ്റ്റ് ചെയ്യണം, എന്തൊക്കെ തീർക്കും, എത്ര സമയം കൊണ്ട് എന്തെല്ലാം തീർക്കും എന്നെല്ലാം വ്യക്തമായ ടൈം ടേബിൾ എഴുതിയിട്ട് അന്നത്തെ ദിവസം അത് മൊത്തം ചെയ്ത് തീർക്കാൻ നോക്കണം. പക്ഷെ അതേപോലെ തന്നെ ആ ഒരു ദിവസം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ലെഷർ ആക്ടിവിറ്റീസിന് വരെ ടൈം മാറ്റിവെക്കാം. നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്ന് റിലാക്സ്ഡ് ആകാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യണം ആക്ടിവിറ്റീസിന് വേണ്ടി നിങ്ങൾക്കൊരു 1/2 മണിക്കൂർ വരെ നിങ്ങൾക്ക് മാറ്റിവെക്കാം. പക്ഷെ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് പഠിക്കുകയും വേണം ആ കൂട്ടത്തിൽ തന്നെ. അപ്പൊ അന്ന് തീരേണ്ട എല്ലാ ടോപ്പിക്സും നിങ്ങൾ എഴുതി വെച്ച് രാത്രി ആകുമ്പോൾ അല്ലെങ്കിൽ ഓരോ വർക്ക് തീരുമ്പോൾ നിങ്ങൾ ടിക്കറ്റ് പോകണം. ഇതാണ് ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് ടോപ്പേഴ്സായ മിക്ക ആൾക്കാരും ഇങ്ങനെ തന്നെ ആയിരിക്കും ചെയ്ത് പോയിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങളും ഇനി ഇത് പ്രാക്ടീസ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ഓരോ പണി തീരുമ്പോൾ ടിക്കറ്റ് പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു പണി തീർന്നില്ല. അപ്പൊ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കാരണം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അടുത്ത പണിയും തീർക്കാൻ നിങ്ങൾക്ക് ഒരു ആവേശിക്കും. ഒരു ഗെയിമിലൊക്കെ നമുക്ക് കളിച്ച് നമുക്ക് എന്താണ് അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ കിട്ടുന്ന ഒരു ഡോപ്പമിൻ റിലീസ് പോലെ, ഒരു ഹാപ്പിനെസ് പോലെ നമുക്ക് ഒരു ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റും. അതായത് ഒരു പണി തീർന്നു നമ്മൾ ടിക്കറ്റ് കിട്ടും. അപ്പൊ അടുത്ത പണി നമുക്ക് ചെയ്ത് തീർക്കുമ്പോഴേക്കും നമുക്ക് ടിക്കറ്റ് നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടാവും. അതേപോലെ നിങ്ങൾ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാനുള്ള വർക്ക് മൊത്തം ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ ഇട്ടാൽ നിങ്ങൾ പോലും അറിയാതെ
തീർക്കാനായിട്ട് നിങ്ങൾക്ക് തന്നെ തീർക്കാൻ പറ്റാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. സോ അന്ന് രാത്രി കിടക്കുമ്പോൾ അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട വർക്കിൻ്റെ ഒരു 95% നിങ്ങൾ എന്തായാലും കവർ ചെയ്തിട്ടുണ്ടാകും. ബാക്കി 5% എന്നാലും നിങ്ങൾ ഓർക്കേണ്ടത് നിങ്ങൾ 100% തീർക്കാൻ മാത്രമായിട്ടുള്ള ഒരു ടൈം ടേബിൾ ആയിരുന്നു നിങ്ങൾ സെറ്റ് ചെയ്യണത്. എന്നാലും ആ ബാക്കി 5% ഇപ്പം നിങ്ങൾക്ക് പെൻഡിങ് ഒക്കെ തീർക്കാനായിട്ടും ആഴ്ചയിൽ ഒരു ദിവസം കൊടുക്കാനായിട്ട് നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും എല്ലാം ആ ആഴ്ച പഠിച്ചത് എല്ലാം റിവൈസ് ചെയ്യണം. അപ്പോൾ റിവൈസ് ചെയ്യണ ടൈമിൻ്റെ കൂട്ടത്തിൽ തന്നെ പെൻഡിങ് വന്നത് നിങ്ങൾക്ക് തീർക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈസി ആയിട്ട് ഏതൊരു എക്സാം, എത്ര ബുദ്ധിമുട്ടാണെന്ന് പറയുന്ന എക്സാം പോലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്ലിയർ ആക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് മാക്രോ ലെവൽ പ്ലാനിങ്ങും മൈക്രോ ലെവൽ പ്ലാനിങ്ങും. ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ ടൈമിനെ ബ്രേക്ക് ചെയ്ത് ചെയ്യാനുള്ള വർക്കെല്ലാം ബ്രേക്ക് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏതൊരു എത്ര ഹാർഡാണെന്ന് പറയുന്ന, എത്ര കോമ്പറ്റേറ്റീവ് ആണെന്ന് പറയുന്ന എക്സാം പോലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്ലിയർ ആക്കാൻ പറ്റും. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഇതിനേക്കാൾ അപ്പുറം എന്തെങ്കിലും ഒരു ഹെൽപ്പ് എൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും നിങ്ങൾക്ക് തോന്നിയാൽ പ്ലീസ് ഫീൽ free to contact me. Thank you.